ധിക്കാരവും അഹങ്കാരവും പരിഹാസവുമായി നൂഹ് നബി അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തെ നേരിട്ട ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ മകനടക്കമുള്ളവരെ അള്ളാഹു കഴിഞ്ഞ ശിക്ഷ നൽകിയത് ജലപ്രളയം മുഖേനയായിരുന്നു. പടച്ചവന്റെ കൽപ്പന പ്രകാരം മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയ നൂഹിനെ ജനത കഠിനമായി പരിഹസിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ശക്തമായ വെള്ളപ്പൊക്കത്താൽ അതേ മരുഭൂമിയിലുണ്ടാക്കിയ കപ്പലിൽ ഏതാനും സത്യവിശ്വാസികളുമായി നൂഹ് നബി രക്ഷപ്പെട്ടു. ശക്തമായ വെള്ളച്ചാട്ടം പർവ്വത ശിഖരത്തിൽ പോലും എത്തി. സ്വന്തം മകൻ നശിക്കുമെന്നതിനാൽ രക്ഷപ്പെടാനായി വിളിച്ച പിതാവിനോട് അഹങ്കാരത്തോടെ മകൻ പറഞ്ഞു, ഞാൻ പർവ്വതമുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. എന്നാലും നിങ്ങളുടെ കൂടെയില്ല എന്ന് വിളിച്ചു പറഞ്ഞ മകനെയും ശക്തമായ തിരമാലകൾ ഇടിച്ചു വീഴ്ത്തിയ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. പർവ്വതതുല്യമായ തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂഹ് തന്റെ മകനെ വിളിച്ചു. അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു. എന്റെ കുഞ്ഞുമകനെ, നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക. നീ സത്യനിഷേധികളുടെ കൂടെ ആയിപ്പോകരുത്. അവൻ പറഞ്ഞു, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല, അവൻ കരുണ ചെയ്തവർക്കൊഴികെ. അപ്പോഴേക്കും അവർ രണ്ടുപേർക്കുമിടയിൽ തിരമാല മറയിട്ടു. ഫ്രാൻസ് ജോർദാനിലെ സദൂമിൽ ജനിച്ച ലൂത്ത് നബി അവിടുത്തെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ആ ജനതധികാരികളും അഹങ്കാരികളും സ്വവർഗഭോഗക്കാരുമായിരുന്നു. ഈ ജനതയെ ലൂത്ത് നബി നിരന്തരം സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയ മനുഷ്യരൂപത്തിലുള്ള മലക്കുകളെപ്പോലും സ്വവർഗഭോഗത്തിനായി വിട്ടുതരണമെന്ന് ആധികാരികളായ ജനത അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അവസാനം അല്ലാഹു ആ ജനതയെയും നശിപ്പിച്ചു. فأخذتهم الصيحة مشرقين. അങ്ങനെ സൂര്യോദയത്തോടെ ആ ഘോര ശബ്ദം അവരെ പിടികൂടി. فجعلنا عاليها سافلها وأمطرنا عليهم حجارة من سجيل. അങ്ങനെ ആ രാജ്യത്തെ നാം തല കീഴായി മറിക്കുകയും ചുട്ടുപഴുത്ത ഇഷ്ടികക്കല്ലുകൾ അവരുടെ മേൽ നാം വർഷിക്കുകയും ചെയ്തു. إن في ذلك لآيات للمتوسمين. നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർക്ക് തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഹൂദ് നബിയുടെ പ്രബോധനത്തെ അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്ത ധിക്കാരികളായ ആദ് ജനതയെ അള്ളാഹു ശിക്ഷിച്ച സംഭവം ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. അവർക്ക് അതികഠിനമായ തണുത്ത കാറ്റും പേമാരിയുമാണ് ശിക്ഷയായി അള്ളാഹു നൽകിയത്. അവസാനം ശക്തരായ ആ ജനത ഈ തപ്പന തടികൾ വീണുകിടക്കുന്നത് പോലെ വീണു നശിച്ചുവെന്ന് ഖുർആനിലെ
69-ാമത്തെ അധ്യായം 6-7 വചനങ്ങളിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നു. وَأَمَّا عَادٌ فَأُهْلِكُوا بِرِيحٍ صَرْصَرٍ عَاتِيَةٍ سَخَّرَهَا عَلَيْهِمْ 7 لَيَالٍ و8 أَيَّامٍ حُسُومًا فَتَرَى الْقَوْمَ فِيهَا صَرْعَىٰ كَأَنَّهُمْ أَعْجَازُ نَخْلٍ خَاوِيَةٍ. എന്നാൽ ആദ് സമുദായം ആഞ്ഞുവീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്കു കാണാം. കരിങ്കല്ലുകൾ തുരന്ന് സൗധങ്ങളുണ്ടാക്കി മതിമറന്നു ധിക്കാരപൂർവം ജീവിച്ചിരുന്ന ജനവിഭാഗമായിരുന്നു സമൂദ് ഗോത്രം. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു സ്വാലിഹ് നബി. ആ ജനത ധിക്കാരത്തിലും അഹന്തതയിലും ശിർക്കിലും ഉറച്ചു നിന്നു. ഈ ജനതയെയും അള്ളാഹു ശിക്ഷിച്ചു. അനുസരണക്കേട് കാണിക്കുന്ന ഇവരെ പരീക്ഷിക്കാനായി സ്വാലിഹ് നബി അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഒരു ഒട്ടകത്തെ സ്വതന്ത്രമായി മേയാൻ അനുവദിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. അതിനെ ഉപദ്രവിക്കരുതെന്നും അവരോട് നിർദ്ദേശിച്ചു. ആ കൽപ്പനയെ ധിക്കരിച്ച ജനത ഒട്ടകത്തെ പിടിച്ചറുത്തു. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് അവർ അർഹരായി. കഠിനമായ ഭൂകമ്പത്താൽ ഒരു പ്രഭാതത്തിൽ അവരെ നശിപ്പിച്ച സംഭവം ഖുർആൻ 11-ാമത്തെ അധ്യായം 67-ാമത്തെ വചനത്തിലൂടെ പ്രതിപാദിക്കുന്നു. وَأَخَذَ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ جَاثِمِينَ. അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു. ഇത്തരം സംഭവങ്ങളോ അതിനോട് സാമ്യമുള്ളതോ അതിനേക്കാൾ കടുത്തതോ ആയ തരത്തിൽ ആധുനിക മനുഷ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇന്ന് പ്രവാചകന്മാരില്ല. കഴിഞ്ഞ കാല സംഭവങ്ങളും അള്ളാഹുവിന്റെ താക്കീതുകളും അവന്റെ കാരുണ്യവും ശിക്ഷയുമെല്ലാം വിവരിക്കുന്ന ദിവ്യ